മെയ് 15-ാം തീയതി മുതൽ എന്ന് പറഞ്ഞു. എന്തിനാണ് അങ്ങനെ അവർ പറയുന്നത്? ഒരു ഇലക്ഷൻ സമയം അവർ പറയേണ്ടത് ഞങ്ങൾ ഈ വണ്ടി ഉപയോഗപ്പെടുത്തി നോക്കും, പിന്നീട് മറ്റുള്ള വണ്ടികൾ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത്. അപ്പോഴേക്കും ഒരു തുടങ്ങിയില്ലല്ലോ. അപ്പോഴേക്കും അരമണിക്കൂറായി വണ്ടി വിടുക, ആൾക്കാർ ഭയങ്കര വയലന്റ് ആവുന്നു. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലെ നടന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇന്നലെ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഫ്രീ ആയിട്ട് ഒരു ബസ് സർവീസ് യാത്ര ചെയ്യാം, ബസ് യാത്ര ചെയ്യാം, അങ്ങനെ ട്രാൻസ്പോർട്ട് ബസ്, അങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നത് നല്ലതാണെന്ന് ഞാൻ പറയും. പക്ഷേ അതിലേറെ അതിനോട് എനിക്ക് ഒരുപാട് യോജിപ്പില്ലായിരിക്കും. അതെന്നാന്നുള്ളത് വഴിയെ പറയാം. അപ്പം പ്രിയദർശിനി എന്ന് പറഞ്ഞ ഈ ഒരു പരിപാടി കൊണ്ടുവന്നത് നല്ലൊരു കാര്യമാണ്. കുറേ ആൾക്കാർക്ക് അത് ഉപകാരമാണ്. അതിലേറെ അതിനകത്ത് കുറേ ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുമുണ്ട്, നെഗറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട്. അതെല്ലാം പറയാം. അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നമ്മുടെ ഈ കേരളത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഏത് പാർട്ടി ഭരിച്ചാലും ഇന്നൊന്നുമില്ല കേട്ടോ, LDF, UDF, BJP, പിന്നെ നമ്മളെനിക്കൊന്ന് കേരളത്തിൽ ഭരണത്തിൽ വന്നിട്ട് എനിക്കറിയില്ല. ഈ ഏത് പാർട്ടി വന്നാലും, ഇനിയിപ്പം BJP വന്നെന്ന് പറഞ്ഞാലും ഇവർക്കെല്ലാം രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടി വന്ന് അവരെന്നതെങ്കിലും ഒരു നല്ല കാര്യങ്ങൾ ചെയ്താൽ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇവരാരും ജനങ്ങൾക്ക് വേണ്ടിയല്ല നിൽക്കുന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നു. ഇലക്ഷൻ സമയത്ത് അവർ പറഞ്ഞു സ്ത്രീകൾക്ക്, നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ, മറ്റ് പലയിടത്തും ഉണ്ട്, തമിഴ്നാട്ടിലും ഒക്കെ സ്ത്രീകൾക്ക് ഫ്രീ ആണ് അവിടെ യാത്ര ചെയ്യുന്നതിന്. അങ്ങനെ അവിടെയൊക്കെയുള്ള അങ്ങനെയുള്ള ഓരോരോ ആനുകൂല്യങ്ങളുള്ളതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലും അങ്ങനെ ഓരോ കാര്യങ്ങൾ കൊണ്ടുവരാൻ. ഇപ്പോൾ എല്ലാവരും ചിന്തിക്കും സ്ത്രീകളെല്ലാവരും ഭയങ്കര ജോലിക്കാരാണ്, ഇതാണ്. ഈ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന തൊഴിലുറപ്പ് മുതലുള്ള പെണ്ണുങ്ങളുണ്ട് ഇല്ലേ. തൊഴിലുറപ്പുകാർക്ക് പിന്നെ ഒത്തിരി ദൂരോട്ട് പോകുന്നില്ല, അവർ വീടിൻ്റെ ചുറ്റുവട്ടത്തേ ഉള്ളൂ. എത്രയോ സെയിൽസ് ഗേളായിട്ട് പോകുന്നുണ്ട്, തുച്ഛമായ ശമ്പളത്തിനായിരിക്കും അവർ പോകുന്നത്. അവർക്കൊക്കെ ഇങ്ങനെയുള്ളൊരു സഹായമൊക്കെ വലിയ ഉപകാരം തന്നെയാണ്. അതിനെതിരെ എന്നതൊക്കെയാണോ കോലങ്ങൾ കെട്ടുന്നത്, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആണുങ്ങൾ വന്നേച്ച് അവർക്ക് വേണം, അവർക്ക് കൊടുക്കുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ, ഈ മലയാളികൾക്കാണ് ഒട്ടും വിവരമില്ലാത്തതെന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ നേരത്തെയൊക്കെ പറയും തമിഴ്നാട്ടിലോട്ടൊക്കെ ചെന്നാൽ അവിടെയൊക്കെ ആൾക്കാർക്ക് വിവരമില്ല, അവിടെയുള്ള പെരുമാറ്റം വേറെ രീതിക്കാണ്, അവിടെയുള്ള മനുഷ്യർക്ക് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ വന്നേക്കുന്നത് ഈ കേരളത്തിലുള്ളവരെയാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ പാട്. എന്നതെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ടുവന്നു, അത് എങ്ങനെ, അത് രക്ഷപ്പെടുമോ, അതൊന്നും ശരിയാകുമോ എന്നൊന്നും നോക്കുകയല്ല. അതിന് മുന്നേ അതിനെ സമരം ചെയ്യാനായിട്ടാണ് ഇറങ്ങുന്നത്. അതിന് മുന്നേ അത് സമരം ചെയ്ത് അതില്ലാതാക്കാനാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു അഭിപ്രായം തന്നെ പറയണം. നമ്മളൊരു സാധനം മേടിക്കാൻ ചെല്ലുന്നത് കടയിലോട്ട്, അത് എന്നത് വായിക്കട്ടെ, ഒരു ഭക്ഷണ സാധനമോ എന്നെ ആയിക്കട്ടെ, നമ്മളൊരു സാധനം മേടിക്കാൻ ചെന്ന് നമ്മളത് ആദ്യമായിട്ട് മേടിക്കുമെന്നിരിക്കട്ടെ ആ കാര്യം. ആ സാധനം മേടിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് നമ്മളത് കുറച്ച് മേടിച്ചുകൊണ്ട് വന്ന് നമ്മൾ ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം പിന്നെ മേടിക്കുമോ, അതോ ഇത് മൊത്തത്തിൽ ആ കടയോട് കൂടി ഇങ്ങനെ മേടിച്ചുകൊണ്ട് വരുവാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രിയദർശിനി എന്ന് പറഞ്ഞൊരു പരിപാടി തന്നെ നമ്മളത് തുടക്കത്തിൽ കുറച്ച് ബസ്സിലൂടെ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം സർക്കാരിൻ്റെ കയ്യിൽ എന്നാ ഉണ്ട് എന്നതില്ല എന്നൊക്കെ പൊതുജനങ്ങൾക്കൊക്കെ ഏകദേശം ഒരു ധാരണയുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് അവരിങ്ങനെ ഒരു കാര്യം കൊണ്ടുവരുന്നു, അത് എത്രമാത്രം രക്ഷപ്പെടും, ഈ വണ്ടിയൊക്കെ പച്ചവെള്ളം ഒഴിച്ചൊന്നും അല്ലല്ലോ ഈ ഓടുന്നത്, അതിനകത്ത് ഡീസൽ ഒഴിച്ച് തന്നെ വേണം ഓടാനായിട്ട്. അത് മുടക്കുന്നതിനുള്ള പൈസ ഈ സർക്കാരിൽ തന്നെയാണ് അത് കൊടുക്കുന്നത്, അല്ലാതെ വേറെ എങ്ങൊന്നുമല്ല. അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം തുടങ്ങി അത് ഒരു 2, 3, 4, 10 ബസ്സിലൊന്ന് ചെയ്ത് നോക്കി, അതൊന്ന് ശരിയാകുമോ എന്ന് നോക്കിയാലല്ലേ. നിങ്ങളിപ്പോൾ ഒരു വർഷമൊക്കെ കഴിഞ്ഞാണ് ഇങ്ങനെ ഒരു പ്രശ്നത്തിനെതിരെ പ്രതികരിക്കണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ഭരണത്തിൽ കയറിയിട്ട് എനിക്കൊന്ന് 2 മാസം ആകുന്നേ ഉള്ളെന്ന് തോന്നുന്നു. അന്നേരത്തേക്ക് അവർ ഭരണത്തിൽ വരുന്നതിന് മുന്നേ കൊടി പിടിച്ചിറങ്ങിയതാണ് ഏറ്റവും വലിയ നാണക്കേട്. ഭരണത്തിൽ വരുന്നതിന് മുമ്പ്, കാര്യം അതുവരെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി തന്നെയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ സത്യപ്രതിജ്ഞ ചെയ്ത് കയറി കഴിഞ്ഞാൽ മാത്രമേ അവർ ഭരണത്തിലേക്ക് എത്തുകയുള്ളൂ. അതുപോലും ചിന്തിക്കാൻ ബോധമില്ലാതെ ഇറങ്ങി തിരിച്ച് സമരത്തിനിറങ്ങിയ മനുഷ്യരാണുള്ളതാണ് നമ്മുടെ ഈ കേരളത്തിലെ ജനങ്ങളെന്ന് പറയുന്നത്. അവരൊരു കാര്യം പറഞ്ഞു, അത് നടപ്പിലാക്കിയില്ലെന്നും പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ആരാന്ന് പോലും വരുന്നതിന് മുന്നേ അപ്പോൾ പറയും അത് ഇവരുടെ കുഴപ്പമല്ല എന്ന്. ആരുടെ കുഴപ്പമാണെങ്കിലും ഒരാൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞാലല്ലേ അവർ പറഞ്ഞ കാര്യങ്ങളോട് നമുക്ക് പ്രതികരിക്കണമെന്നുള്ളൊരു ബോധം വരുന്നത്. അവരോട് പ്രതികരിക്കാനായിട്ട് നമ്മൾ പോകുമ്പോൾ അവർ ഭരണത്തിൽ വന്നാലല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ല ചുമ്മാ ചെയ്യാൻ പറ്റുമോ? എന്നാണെങ്കിലും നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വണ്ടി ഓടി തുടങ്ങുന്നതിന് മുമ്പുള്ള ആ ഒരു പരിപാടിയൊക്കെ ഒന്ന് കാണാം കേട്ടോ. തിരുവനന്തപുരം തമ്പാനൂരിൽ VD സതീഷ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഈ സംരംഭത്തിൽ വിപണിയാറ്റുകളിൽ പങ്കെടുത്ത എല്ലാവർക്കും വനിതാ കണ്ടക്ടർക്കും വനിതകൾക്ക് മാത്രമല്ല എല്ലാ സാധാരണക്കാർക്കും ഈ ഒരു ബസ്സിൽ യാത്ര ചെയ്യാം. സ്ത്രീകൾക്ക് തരുന്ന ടിക്കറ്റ് മാത്രം 0 ആയിരിക്കും എന്നതാണ് ഈ ബസ്സിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഫ്രീ ആണെന്ന് കരുതി കാശില്ലാതെ ഏത് ബസ്സിലും ചാടിക്കയറാമെന്ന് കരുതണ്ട. ഇതുപോലുള്ള പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന് എഴുതിയിരിക്കുന്ന ബസ്സുകളിൽ മാത്രമാണ് സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാവുന്നത്. കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാകണമെങ്കിൽ ഈ ഒരു ചാർട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഈ വണ്ടികളിലാവും ഈ ഒരു സൗജന്യ യാത്ര ലഭിക്കുക. ആദ്യ ദിവസങ്ങളിലെ തിരക്കില്ലായ്മ ആരും കണക്കാക്കണ്ട. തീർച്ചയായും വരും ദിവസങ്ങളിൽ പെണ്ണുങ്ങളെക്കാൾ ആണുങ്ങളാവും കയറാൻ തിരക്ക് കൂട്ടുന്നതിൽ കൂടുതലുമെന്നത് ഉദ്ഘാടന ദിവസമായ ഇന്ന് പൊതുവെ ലേറ്റ് ആയിരിക്കുമെന്ന് അറിഞ്ഞിട്ട് പോലും ഇതിനുള്ളിലിരിക്കുന്ന ആണുങ്ങളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ലേഡീസ് ഓൺലി ബസ്സിൽ ആണുങ്ങൾക്ക് കയറാൻ പറ്റില്ല എന്ന പരിഭവം മാറ്റുന്നതിലേക്കായി ആണുങ്ങൾ കൂട്ടമായി ഈ ഒരു ബസ്സിന് തേടിപ്പിടിച്ച് കയറിയിക്കാവുന്ന ഒരു കാലവും വിദൂരമല്ല. ടിക്കറ്റ് എടുത്ത് ഒപ്പം യാത്ര ചെയ്യാമെന്നുള്ളത് കൊണ്ട് തന്നെ ഫാമിലിയായും കൂടെയുള്ള പെണ്ണുങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു ആനുകൂല്യം പ്രയോജനപ്പെടുത്തുന്നവരും ഉണ്ടായേക്കാം.
ഒരു പണിയുമില്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുകയല്ലേ എന്ന് കരുതി രാവിലെ മുതൽ രാത്രി വരെ ഫ്രീ ആയി ബസ്സിൽ കയറി നടന്നേക്കാമെന്ന് ചിന്തിക്കുന്ന അതിസാമർത്ഥ്യക്കാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സ്വവർഗ വിരോധികളും ഉണ്ടായേക്കാം. ഏതായാലും സംഭവം പൊളിച്ചു, സർക്കാർ വാക്കുപാലിച്ചു. ഇനി ക്ഷമ പാലിക്കേണ്ടത് നമ്മളാണ്. ആവശ്യത്തിന് മാത്രം ഉപകരിക്കാനുള്ള ഒന്നാണ് സേവനം. അനർഹമായി നേടിയെടുക്കുന്ന ഓരോ സേവനങ്ങളും അർഹതപ്പെട്ട മറ്റൊരാളുടെ പ്രതീക്ഷയും അവകാശവുമാണെന്ന ധാർമ്മിക ബോധം നമ്മളിൽ ഉണ്ടായേ പറ്റൂ. ചികിത്സയ്ക്കായി സ്ഥിരം യാത്ര ചെയ്യുന്നവർക്കും വൃദ്ധരായവർക്കും സാമ്പത്തിക ശേഷി കുറഞ്ഞവർക്കും വളരെ ആശ്വാസമായേക്കാവുന്ന ഈ ഒരു പദ്ധതിയുടെ യഥാർത്ഥ ഗുണങ്ങൾ അർഹതപ്പെട്ടവർക്ക് ലഭിക്കുന്നതിലേക്കായി ചിലപ്പോഴെങ്കിലും നമ്മൾ ക്ഷമ പാലിക്കേണ്ടതുണ്ട് എന്നത് ഓർമ്മപ്പെടുത്തുന്ന ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണ്. ഇതിപ്പം വരാൻ പോകുന്ന കാര്യങ്ങൾ എന്നാണെന്നറിയാം. ഈ ഒരു പണിയില്ലാതെ ഇതിൻ്റെ തുടക്ക ദിവസം തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും നമ്മൾ എന്നാത്തിനാണ് ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നത്. സർക്കാർ, നമ്മളെല്ലാം സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. കാര്യം നിവൃത്തിയില്ലാതെ പല സ്ത്രീകളും അവർക്ക് സാമ്പത്തികമായിട്ട് പോയി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോകാനോ ഒക്കെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അവർക്കത് ഉപകാരമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നവർക്ക് ഒരു സഹായത്തിന് വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അതിന് ഇടിച്ച് കുത്തിയാണ് എവിടെ പോകുമെന്ന് ഇവർക്ക് പോലും അറിയത്തില്ല കേട്ടോ. ഇത് എവിടോട്ടാണ് പോകുന്നതെന്ന് ഇവർക്ക് പോലും അറിയത്തില്ല. ഫ്രീ എന്ന് കേട്ട് കഴിഞ്ഞാൽ അങ്ങ് കയറിക്കൊള്ളുക. അതാ പറഞ്ഞേ, ഓസിന് ആസിഡ് കിട്ടിയാലും അത് ആസിഡാന്ന് പോലും ചിന്തിക്കാതെ എടുത്ത് വിഴുകുന്ന ആൾക്കാരാണ് ഇപ്പം ഈ കോലഘട്ടത്തിൽ കാണിച്ചേക്കുന്ന മുഴുവൻ എണ്ണങ്ങളെന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഇത് തുടങ്ങി അതിലോട്ട് കയറി നമ്മൾ അത് ഒരു സപ്പോർട്ട് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്. ഇടിച്ച് കുത്തി അത് തന്നെയല്ല ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള സ്ത്രീകളാണെന്ന് പറഞ്ഞിരിക്കുന്നത് അവരാണ് ഈ ട്രാൻസ്വുമൺ ആയിട്ടുള്ള കുറേ എണ്ണങ്ങൾ അവർക്ക് സ്ത്രീകളാണെന്ന് തെളിയിക്കാൻ വേണ്ടി അവർ കുറേ എണ്ണങ്ങൾ ഇടിച്ച് കയറിക്കുന്നത്. പക്ഷേ ഈ സിവിറ്റി ഒന്നും ഞാൻ ഓർത്തില്ലട്ടെ. ഈ ഉന്തും തള്ളിനകത്തൊക്കെ പോയി അവരൊക്കെ ഇതിനകത്ത് ഇടിച്ച് വലിഞ്ഞ് കയറാൻ പോകുന്നത്. ജാസി ആയിരുന്നു ഇതിന് കിടന്ന് ബഹളം വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ജാസിനെ ഈ ഏരിയയിൽ കണ്ടില്ല. പക്ഷേ ഇവർക്കൊക്കെ കയറണമെങ്കിൽ കയറാം, ഇല്ലെന്നല്ല അവർക്കും അതിനുള്ള അനുവാദം കൊടുത്തിട്ടുണ്ട്. അതിനെ ഇടിച്ച് കുത്തി അന്ന് തന്നെ പോയി കിടന്ന് ഈ കോലങ്കെട്ടൽ കാണിക്കണോ? എന്നാ ഷോയാണ് കാണിക്കുന്നത്. എല്ലാം ഒരുമാതിരി ചവറ് സ്വഭാവം പോലെ കിടന്ന് കാണിക്കുന്നത്. അതിനകത്ത് കേണ്ടാ തോന്നുന്നു അതിനകത്ത് സദ്യ ഉണ്ട്, അത് തിന്നാൻ കയറി ചെല്ലാൻ താമസിച്ച് അത് കിട്ടുകയെന്ന് തോന്നുന്നു. അതുപോലുള്ള ആക്രാന്തമാണ് കിടന്ന് കാണിക്കുന്നത്. ഫ്രീ എന്ന് കേട്ട് കഴിഞ്ഞാൽ കാണിക്കുന്ന കോലങ്ങളാണ്. ഇതൊക്കെ നമ്മൾ നല്ലതിന് വേണ്ടിയാണ് ഇതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. കാര്യം ഒരുപാട് മനുഷ്യർക്ക് ഇത് പ്രയോജനം. നമ്മുടെ നാട് ശരിയാകാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ എല്ലാ പരിപാടി തുടങ്ങിയാലും അതിനെതിരെ നിൽക്കാൻ കുറേ ആൾക്കാർ കാണും. അത് തല്ലി തകർത്ത് നശിപ്പിക്കാൻ കുറേ ആൾക്കാർ കാണും. അതിൻ്റെ ഗുണങ്ങൾ അവർക്ക് അറിഞ്ഞാലും അവർ കണ്ടുപിടിക്കും അതിന് കുറ്റങ്ങൾ. കണ്ടുപിടിച്ചതിന് ശേഷമാണ് അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അത് നല്ല കാര്യമാണെന്ന് പറഞ്ഞിട്ട് അവരതങ്ങ് വിശ്വസിച്ച് മറ്റുള്ളവരിലേക്കും കൂടെ അടിച്ചേൽപ്പിക്കും. നമുക്ക് വണ്ടിയെ കയറാൻ തുടങ്ങിയ കുറേ മനുഷ്യരെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. സത്യത്തിൽ നാണക്കേട് തോന്നിയൊരു സ്ത്രീയായി എനിക്ക് പോലും കേട്ടോ. ഇതുപോലെ പെണ്ണുങ്ങൾ ഇങ്ങനെ കിടന്ന് അവർക്ക് ഇത്രയും ബഹളം വെച്ച് ഇത് എങ്ങും പോകത്തില്ലല്ലോ, ഇതിവിടെ ഉണ്ടല്ലോ, ദിവസം ഉള്ളൊരു കാര്യമല്ലേ. സീറ്റ് ഫുള്ളായി, ഒപ്പം തന്നെ ബസ്സിനകത്ത് ആൾ ഫുള്ളായി. എന്നിട്ടും പുറത്ത് ഒരുപാട് പേർ ഈ ആദ്യ ട്രിപ്പിൽ കയറാനായി കാത്തു നിൽക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ വലിയ തിരക്ക് ഇവിടെ നമുക്ക് പുറത്ത് കാണാൻ സാധിക്കുന്നത്. അകത്തേക്ക് കയറാനുള്ള ഒരു ബുദ്ധിമുട്ട് ആളുകൾക്കുണ്ട്. ഈ അകത്ത് ഈ ഉദ്ഘാടനത്തിന് ശേഷം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് ആളുകളകത്തേക്ക് സ്ത്രീകളകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. കൊണ്ടുണ്ട് ഇനിയും അടുത്ത ബസ്സുകളുണ്ട്. ഹൈക്കോടതിയിൽ പോയി ഉടൻ തന്നെ ഈ ബസ് തിരികെ വരും. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾക്കൊന്നും അകത്തേക്ക് കയറാൻ പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഉദ്ഘാടനം സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ടോ? ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്. ഭയങ്കര ത്രില്ലാണ്. നാണക്കേടാണ് തോന്നുന്നത് ഇതുപോലെ കിടന്ന് കോലംകെട്ടൽ കാണിച്ച്. അതിനകത്തോട്ട് ഇനി കയറാൻ സ്ഥലമില്ല, അതുപോലെ തിങ്ങി നിൽക്കുവാണ്. എന്നിട്ട് അത് തൂങ്ങിക്കിടക്കണം. അതിൻ്റെ ഇടയ്ക്ക് അതിനകത്ത് കവർ കൊടുക്കുന്നുണ്ട്, ഏതാണ്ട് നോട്ടീസോ പിന്നെ ഏതാണ്ട് സംഭവം അതിനകത്തോട്ടെന്ന് പറഞ്ഞത്. അത് എന്നാന്ന് അറിയത്തില്ല, അതിനകത്ത് എന്നാ ഉള്ളതെന്ന് കറക്റ്റ് നമുക്ക് അറിയത്തില്ല. എന്നാലും അതിനകത്ത് ഏതാണ്ട് വലിയ സംഭവം എന്ന് പറഞ്ഞിട്ടാണ് അതിനും കിടന്ന് അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് പിടിയും വലിയും ഉണ്ടാക്കി. എനിക്കറിയത്തില്ല ഇത് എന്നാണ് മനുഷ്യർ ഇങ്ങനെയൊക്കെ ആയി മാറുന്നതെന്നുള്ളത്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി തുടങ്ങിയേക്കുന്ന ഒരു കാര്യമാണ്. അതിന് കിടന്ന് കാണിച്ചു കൂട്ടുന്ന കോലങ്ങൾ കാണണം. ഇനി ഇതിനെല്ലാം എതിരായിട്ട് വേറൊരു സംഭവമുണ്ട്. ഒരു ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കേൾക്കാം. കേൾക്കുന്നതിന് മുമ്പ് വേറെ കാര്യം കേൾക്കാം. എല്ലാവരും ഈ വണ്ടിയിൽ ഇടിച്ച് കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എല്ലാ ആൾക്കാരും ഈ വണ്ടിയിൽ ഇടിച്ച് കയറി പോകാനും എടുക്കാനും. അതിനകത്ത് പറയുന്ന കുറേ നിയമങ്ങളുണ്ട്. നമ്മൾ അതിനകത്ത് കയറിയ ടിക്കറ്റ് എടുക്കണമെന്നുള്ള നിർബന്ധമാണ്. പൈസ കൊടുക്കണ്ട, പക്ഷേ ടിക്കറ്റ് എടുക്കണമെന്നുള്ള നിർബന്ധമാണ്. ആ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സ്റ്റോപ്പിൽ ഇറങ്ങണമെന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുത്താൽ ആ സ്റ്റോപ്പിൽ തന്നെ നമ്മൾ ഇറങ്ങിയിരിക്കണം. ആ ടിക്കറ്റ് വെച്ചുകൊണ്ട് നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ 500 രൂപയാണ് പിഴ വരുന്നത്. അങ്ങനെ ചെയ്താൽ. അതേസമയം ആ ഒരു സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങണ്ട, അതിൻ്റെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി എന്നുണ്ടെങ്കിൽ ആ വണ്ടിയിലെ കണ്ടക്ടറോട് പറയുക എനിക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് നമ്മൾ അവരോട് കാര്യം പറഞ്ഞ് ടിക്കറ്റ് നമുക്ക് മേടിക്കാം. അങ്ങനെ വന്നാൽ നമുക്ക് പിഴയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേസമയം നമ്മൾ ഓർക്കും ഇപ്പോൾ ഈ സ്റ്റോപ്പിൽ ഇറങ്ങിയില്ല, അടുത്ത സ്റ്റോപ്പിൽ അങ്ങ് ഇറങ്ങാം, ഇപ്പോൾ അതിനുവേണ്ടി ടിക്കറ്റ് എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നാൽ നിങ്ങളുടെ 500 രൂപയാണ് നിങ്ങൾക്ക് നഷ്ടമാകുന്നത്. 500 രൂപയാണ് പിഴ അടയ്ക്കുന്നത്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇതിനൊക്കെ കണക്കും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. ഈ വണ്ടിയിൽ യാത്ര ചെയ്ത് എത്ര പേര് യാത്ര ചെയ്തു എന്നൊക്കെ ഉള്ളതിന് കണക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പം അങ്ങനെ കുറേ നിയമങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇതൊന്നും അറിയുന്നില്ല, ചാടി കയറുക, ഫ്രീ എന്നറിഞ്ഞു എന്നാൽ പിന്നെ പോയേക്കാം, എങ്ങോട്ടാണോ അതൊന്നും അവർക്ക് വിഷയമല്ല. ഏത് ദേശത്തോട്ടാണ് പോകുന്നതെന്ന് പോലും അവർക്ക് അറിയണ്ട, കയറുക, ഫ്രീ ആണ്, അത്രയും മാത്രം അറിഞ്ഞാൽ മതി. എന്നാ മനുഷ്യരാണോ. ഇതിനകത്ത്
കുറച്ച് സ്ത്രീകൾ വന്ന് കിടന്ന് വിഷയം ഉണ്ടാക്കുന്നുണ്ട്. ഇവരൊക്കെ തന്നെയാണ് ഇതിനകത്തൊരു സ്ത്രീ വന്ന് കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. ഇവരൊക്കെ തന്നെയാണ് ഇതിന് മുന്നേ വന്ന് ഭരണം തുടങ്ങുന്നതിന് മുമ്പേ ഫ്രീ ഉണ്ടെന്ന് പറഞ്ഞു, കൊടുത്തില്ല എന്ന് പറഞ്ഞ് ട്രാൻസ്ഫർ ബസ് കയറിയുന്നത്. പിന്നെ അന്നെന്ന് പറഞ്ഞാൽ അത് വലിയ വിഷയമായില്ല, അതങ്ങനെ അങ്ങ് പോയി, ഒന്നും ആയില്ല. പക്ഷെങ്കിൽ ഒരു വണ്ടി ഓടുന്ന വണ്ടിക്കകത്ത് കയറി തടസ്സം വരുത്തുകയോ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് വരുത്തുകയോ ചെയ്താൽ അതിലെ സ്റ്റാഫ് അത് പരാതിപ്പെട്ടാൽ ഇത്ര എണ്ണത്തിൻ്റെ പേര് കേസാകുക തന്നെ ചെയ്യും. അവരുടെ ജോലിയെ തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞ് അവർക്ക് പരാതി കൊടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം അത് വന്നില്ല, പക്ഷേ ഈ പ്രാവശ്യം ബുദ്ധിപൂർവ്വം അവർ നിന്നു, അല്ലാതെ എല്ലാത്തിനെയും പിടിച്ചുകൊണ്ട് പോയായിരുന്നേ. അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാവേ. മെയ് 15-ാം തീയതി മുതൽ എന്ന് പറഞ്ഞു. എന്തിനാണ് അങ്ങനെ അവർ പറയുന്നത്? ഒരു ഇലക്ഷൻ സമയം അവർ പറയേണ്ടത് ഞങ്ങൾ ഈ ഭരണത്തിൽ കയറിയാൽ, ഞങ്ങൾ ഭരണത്തിൽ വന്നതിന് ശേഷം ഇത് സൗജന്യം തരാം എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഇലക്ഷൻ വോട്ട് കിട്ടുന്നതിന് വേണ്ടി ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടിയും ഏപ്രിൽ 15-ാം തീയതി മുതൽ എന്ന് പറഞ്ഞു. ഓക്കെ, ഏപ്രിൽ 15-ാം തീയതി മുതൽ അവർക്ക് നടപ്പിലാക്കാൻ സാധിച്ചില്ല. ജൂൺ 15-ാം തീയതി മുതലാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർ തീരുമാനിച്ച് ജൂൺ 15-ാം തീയതി എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞത് ഗവൺമെന്റ് ബസ്സുകളിലെല്ലാം ഫ്രീ സർവീസ് തരുമെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം അവര് ഓർഡിനറി ബസ്സുകളിൽ മാത്രം, അതും ഈ ടൗൺ എല്ലാ ഡിസ്ട്രിക്റ്റിലും ടൗണിൽ ഓടുന്ന 2-3 ഓർഡിനറി ബസ്സിൽ മാത്രം പ്രിയദർശിനി ശ്രീ സൗജന്യ യാത്ര എന്ന സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് 2-3 ബസ്സുകളിൽ മാത്രം. ഈ ബസ്സുകളിൽ ആരാണ് യാത്ര ചെയ്യുന്നത്? അപ്പം കേരളത്തിലെ സ്ത്രീ ജനങ്ങളെ അവർ വഞ്ചിക്കുകയാണ് ചെയ്തത്. ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. പ്രത്യേകിച്ചും 10 വർഷത്തിന് ശേഷം ഭരണം കിട്ടിയ ഈ സർക്കാരിന് വാക്ക് നിറവേറ്റാൻ അദ്ദേഹം മുൻകൈ എടുക്കണമായിരുന്നു. ഇത്രയും വോട്ട് നേടി കാര്യങ്ങൾ കള്ളത്തരം പറഞ്ഞ് വോട്ട് നേടി ജയിച്ചതിന് ശേഷം പറ്റിച്ച ഈ പണിക്കെതിരെയാണ് ഇപ്പൊ ഇന്നിവിടെ മഹാമോർച്ച നമ്മൾ ഒരു ധർണ്ണ നടത്തിയിരിക്കുന്നത്. അല്ലാതെ ഇന്ന് വണ്ടി തടയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവരെ ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. എല്ലാ ബസ്സിലും സൗജന്യം തരട്ടെ സ്ത്രീകൾക്ക്. എന്തായാലും വോട്ട് നേടി ഭരണം കിട്ടിയതല്ലേ, അതും ഇത്രയധികം സീറ്റുകൾ വാങ്ങിച്ച് ഭരണം കിട്ടിയതല്ലേ. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ വാഗ്ദാനം നടപ്പിലാക്കാൻ, അതും ഭരണം കിട്ടിയതിന് ശേഷം ആദ്യത്തെ വാഗ്ദാനമാണിത്. ഭരണം കിട്ടിയതിന് ശേഷം നമ്മൾ നടപ്പിലാക്കുന്ന ആദ്യത്തെ വാഗ്ദാനമാണിത്. അപ്പൊ അവർക്ക് എല്ലാ സ്ത്രീകൾക്കും സൗജന്യം കൊടുക്കും. നമ്മളിവിടെ വണ്ടി തടഞ്ഞിട്ടില്ല, നമ്മളിന്ന് ബസ്സിൽ കയറുകയാണ് ചെയ്തത്. മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ ബസ്സിൽ കയറി നമ്മുടെ കണ്ടക്ടറോടും ഡ്രൈവറോടും ചോദിക്കുന്നു, ഞങ്ങൾക്ക് യാത്ര ചെയ്യണം, ഞങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് തരണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ പലരും ഇന്ന് വണ്ടി തടഞ്ഞു എന്ന് പറയുന്നു. അത് പച്ചക്കള്ളമാണ്. നമുക്ക് ഇന്ന് ഫ്രീ ആയിട്ട് ടിക്കറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞാൽ മാത്രം മതിയായിരുന്നു. അത് നമുക്ക് തന്നിട്ടുമില്ല. അതുപോലെ തന്നെ ഈ ജനങ്ങളെ മുഴുവൻ പറ്റിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനെതിരെ ഇതൊരു സൂചന മാത്രമാണ് ഇന്നത്തെ സമരം. നമ്മൾ ഇനിയും മുമ്പോട്ട് ഇത് ഗവൺമെന്റ് നടപ്പാക്കിയില്ല എന്നുണ്ടെങ്കിൽ മുമ്പോട്ട് ഇനിയും കൂടുതൽ സമരത്തിലേക്ക് വരുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇവർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരി, ഓക്കെ, അവർ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ബസ് ഫ്രീ തരുമെന്ന് പറഞ്ഞുകൊണ്ടാണോ ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്തത്? ഈ സ്ത്രീകളെല്ലാം ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്തവരെല്ലാം ഈ ബസ് ഫ്രീ ആയിട്ട് പോകാം എന്ന് ഉദ്ദേശിച്ച ഒറ്റ കാരണം കൊണ്ടാണോ ഇവരെല്ലാം വോട്ട് ചെയ്ത് ഇവരെ കയറ്റിവിട്ടത്? ഇവർ വർത്തമാനം കേട്ടാത്തൊന്നും ഈ ബസ് ഫ്രീ കിട്ടും എന്ന് ഓർത്തുകൊണ്ട് സ്ത്രീകൾ തന്നെ അത്രയ്ക്ക് പൊട്ടന്മാരാണോ? ഒരു വണ്ടിയെ ഫ്രീ കിട്ടുമെന്ന് പറഞ്ഞ ഉടനെ അതിൻ്റെ പേര് കൊണ്ട് വോട്ട് ചെയ്യാനായിട്ട് ഒരിക്കലുമല്ല. നമ്മൾ വോട്ട് ചെയ്യുന്നത് നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒരാൾ ഒരു വോട്ട് ചെയ്യുന്നത്. പിന്നെ ഇവർ വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇവർക്ക് ഫ്രീ ആയിട്ട് വണ്ടിയെ പോകാൻ പറ്റും എന്നും പറഞ്ഞിട്ട് ഇവർ വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അത് അവർ തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇവർ ആർക്ക് വേണ്ടിയാണ് കിടന്ന് ഈ ബഹളം വെക്കുന്നത്? ഈ വോട്ട് ചെയ്തവരാരും വന്ന് അവിടെ കിടന്ന് ബഹളം വെക്കാൻ വന്നിട്ടില്ല. ആരും വന്നിട്ടില്ല. കാര്യം മനുഷ്യനൊരു ക്ഷമയെന്ന് പറയുന്ന ഒന്നും വേണ്ട. ഒരു കാര്യം തുടങ്ങി അത് നല്ലതോ ചീത്തയോ അത് മുന്നോട്ട് എങ്ങനെ പോകും എന്ന് നോക്കിയതിന് ശേഷം അതിന് നമ്മൾ സർക്കാരിൻ്റെ ഒപ്പം നിൽക്കുകയാണ് ചെയ്യേണ്ടത്. അതിപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും പാർട്ടി നോക്കിയല്ല അവിടെ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടത്. ജനങ്ങൾക്ക് നല്ലത് വരാൻ വേണ്ടിയാണ്. ഇവർ ആ വണ്ടിക്കകത്ത് കയറി കിടന്ന് ബഹളം ഉണ്ടാക്കി. ആ ഒരു സീൻ നമുക്ക് കാണാം. എത്ര മനുഷ്യർക്കാണ് ബുദ്ധിമുട്ടുണ്ടായെന്നറിയാം. ഓരോ ആൾക്കാരും അവർ ടിക്കറ്റ് എടുത്തിരിക്കുന്നതാണ് വണ്ടിക്കകത്ത്. ആ വണ്ടിയിൽ അങ്ങനെ ഒരു പരിപാടി ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് വണ്ടിക്കകത്തോട്ട് കയറി കിടന്ന് വഴക്കുണ്ടാക്കുന്നത്. ഇതൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിയാണ്? ജനങ്ങളെയോ? ജനങ്ങൾക്ക് എന്ത് മനസ്സിലാവും? അതിനകത്തുള്ള മനുഷ്യർ ലാസ്റ്റ് പ്രതികരിച്ചു കഴിയുമ്പോഴത്തേക്ക് നാണം കെട്ട് ഇറങ്ങേണ്ടി വന്നില്ലേ? നമ്മളൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിൽ നമ്മൾ നാണം കെട്ട് ഇറങ്ങുകയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനകത്തേക്ക് അത് വിജയിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നോട്ട് ഇറങ്ങാം. അതിൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ശരി ഉണ്ടെങ്കിൽ അത് വിജയിക്കുക തന്നെ ചെയ്യും. ഇവർ അങ്ങനെ ഒരു സൗജന്യ യാത്ര ഇല്ലാത്ത വണ്ടിയെ കയറി വെച്ച് അവർക്ക് സൗജന്യ യാത്ര വേണമെന്ന് പറഞ്ഞിട്ട് ബഹളം വെക്കുന്നു. അതിനകത്ത് യാത്രക്കാർ ലാസ്റ്റ് പ്രതികരിച്ച് എന്തുകൊണ്ടാണ്? സ്വയം നശിപ്പിക്കുകയാണ് ഇവരുടെ ഈ ഒരു. ഞാൻ പാർട്ടി കാര്യങ്ങളൊന്നും ഞാൻ പറയാറില്ല തന്നെ എൻ്റെ ചാനലത്ര, പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പ്രതികരിച്ചു പോകുന്നത്. ബസ്സിനകത്ത് നടന്ന സംഭവം നമുക്കൊന്ന് കാണാമേ. നാട്ടുകാർ പറഞ്ഞിട്ട് ഇപ്പൊ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുക, ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരിക്ക് പോകേണ്ടതാ, അരമണിക്കൂർ മുകളിലായിപ്പോ. ഇതുവരെ ഞങ്ങൾ ഈ വണ്ടി വിട്ടിട്ടില്ല. ഉപയോഗപ്പെടുത്തി നോക്കും, പിന്നീട് മറ്റുള്ള വണ്ടികൾ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത്. അപ്പോഴേക്കും ഒരു തുടങ്ങിയല്ലോ. അപ്പോഴേക്കും അരമണിക്കൂറായി ഞങ്ങൾ ഇരിക്കുന്നു. പ്രിയദർശിനി മാത്രം പറഞ്ഞല്ലോ. വോട്ട് ചോദിക്കുമ്പോ മുഴുവൻ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് യാത്രക്കാർ, അതായത് ഈ BJPയുടെ മഹിളാ മോർച്ചയുടെ പ്രതിഷേധത്തിനെതിരെ യാത്രക്കാർ തന്നെ തിരിയുന്ന ഒരു കാഴ്ചയാണ് എന്നുള്ളതാണ് വനിതാ യാത്രക്കാർ പോലും. ചേച്ചി തിരിക്കുക. യാത്ര മുടക്കി പോകുന്നത് ഒട്ടും നല്ലതല്ല.
ഞങ്ങൾ സമരം ഞാൻ ഓഫീസ് ചെയ്യണം. ഈ ബസ്സിനകത്ത് കയറി സമരം വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ ബസ്സിനകത്ത് കയറി നിർത്തി കഴിഞ്ഞാൽ അതേ നോക്കും. അതുതന്നെയാണ് എന്തായാലും ഇപ്പോൾ ബസ്, അതായത് നേരത്തെ പോകേണ്ട ബസ്സാണ് ഇപ്പോൾ ബസ് ഒതുക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എങ്ങനെ ഇരിക്കുന്നത് അതിൽ ജനങ്ങൾ പറയുന്നത് കേട്ടോ. ഈ ബസ്സിനകത്ത് കിടന്ന ഒരു ബഹളം വെച്ചിട്ട് തന്നെ കാര്യം ജനങ്ങളെ ആ ജനങ്ങൾ മൊത്തം തിരിഞ്ഞത് കണ്ടോ. ഇതുകൊണ്ടാണ് പറയുന്നത് നമ്മളൊരു കാര്യത്തിൽ ഇറങ്ങി തിരിക്കുമ്പോൾ അതിന് എന്തെങ്കിലും ഒരു ന്യായം വേണം. അതിനകത്തിരുന്നൊരു മനുഷ്യൻ പറഞ്ഞു കേട്ടോ, ഇത് തുടക്കമല്ലേ, തുടങ്ങി പറ്റേ. ഇപ്പം ഞാൻ പറയാം, ഒരു വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞാണെങ്കിൽ ഇവരിതിനെതിരെ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് ബസ് ഇറക്കി അന്ന് തന്നെ ഇവർ അലമ്പ് തുടങ്ങി കഴിഞ്ഞത് എങ്ങനെ മുന്നോട്ട് പോകും, ഇതെങ്ങനെ മുന്നോട്ട് ഒരു കാര്യങ്ങളും നമ്മൾ എത്രയാണെന്ന് ഏത് സർക്കാർ വന്നെന്ന് പറഞ്ഞാലും ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നാലേ ആ ഒരു കാര്യത്തിന് ഒരു പിന്തുണ കൊടുത്താലേ, നല്ലൊരു കാര്യത്തിനാണെങ്കിൽ പിന്തുണ കൊടുത്താലേ അത് മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലാതെ കുറേ പേര് ഒരു സൈഡിലോട്ട് മാറിയുന്ന ഇതിന് ഞാൻ പറയട്ടെ, സത്യം പറഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് മുഴുവനായിട്ട് ഇങ്ങനെ കൊടുക്കുന്നതിനെ പറ്റി അങ്ങനെ പറയരുതാഞ്ഞ്, ഇവരുടെ ഭാഗത്തും ഉണ്ട് തെറ്റ്, അങ്ങനെ പറയരുതാഞ്ഞ്. ഇവർക്ക് കൊടുക്കാം. കുട്ടികൾക്ക് +2 വരെയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിനുള്ള കുട്ടികൾക്ക് അവർക്ക് വണ്ടിക്കൂലി വേണ്ട, അവർ ഫ്രീ ആയിട്ട് കൊണ്ടുപോകും. അത് ആൺകുട്ടികളും പെൺകുട്ടികളും, അല്ലാതെ ആണെന്നോ പെണ്ണെന്നോ പറഞ്ഞ് തിരിക്കരുത്. ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങനെ തന്നെ അവർ ഫ്രീ ആയിട്ട് കൊണ്ടുപോകും എന്നുള്ളൊരു വരുത്തണം. അപ്പോൾ ഇത്രയും പ്രശ്നം വരത്തില്ലല്ലോ. സ്കൂൾ കുട്ടികളെ എല്ലാ ബസ്സിലും ഫ്രീ ആയിട്ട് കൊണ്ടുപോകും എന്നുള്ളതായിക്കോട്ടെ. അതുപോലെ തന്നെ സുഖമില്ലാത്തവർ, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ, അംഗവൈകല്യമുള്ളവർ, ഈ 50 വയസ്സ് കഴിഞ്ഞാൽ ഒരുപാട് മനുഷ്യർക്ക് എല്ലാ രോഗങ്ങളും വരുന്നതാണ്. ഒരു 55 വയസ്സ് 60 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ ആണുങ്ങൾക്ക് ഒത്തിരി അസുഖങ്ങളുള്ളവരുണ്ട്. അവർക്കൊക്കെ ഒരു ജോലി ചെയ്ത് ഒരു ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ അവർക്ക് എങ്ങോട്ടെങ്കിലും പോകാനോ അവർക്കൊരു സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ അവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടി കൊടുത്തിരുന്നെങ്കിൽ ഈ ഒരു തല്ലും ഈ ഒരു ബഹളവും ഈ ഒരു ഉന്തും തള്ളും ഉണ്ടാകുകയില്ലായിരുന്നു. എല്ലാം മര്യാദയ്ക്ക് പെരയ്ക്കാത്ത തന്നെ ഇരുന്നായിരുന്നേ. അതായിരുന്നു ചെയ്യേണ്ടത്. ആരോഗ്യമുള്ളൊരു സ്ത്രീക്ക്, അങ്ങനെയുള്ളവർക്ക് ഒത്തിരി പേർക്കുള്ള ഒരു സൗകര്യങ്ങളോടാണ് ഇവർ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്ത്രീകളുണ്ട്, വീട്ടു ജോലിക്ക് പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ഈ തുണിക്കട ജോലിക്ക് പോകുന്നവരുണ്ട്. അവർക്കൊക്കെ തുച്ഛമായ ശമ്പളത്തിൽ, അതുപോലെ ഒരുപാട് കടകളിൽ നിൽക്കുന്ന പെൺകുട്ടികളുണ്ട്. അവർക്കൊക്കെ വളരെ കുറച്ച് വണ്ടിക്കൂലി കുറഞ്ഞ് കിട്ടിയാൽ അത്രയും അവർക്ക് ഉപകാരമാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ വേണം കൊടുക്കാനായിട്ട്. സർക്കാർ ജോലിക്കാർക്കോ അങ്ങനെയുള്ളവർക്കൊന്നും കൊടുക്കരുത്. ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ആരോഗ്യമുള്ളവർ, സാമ്പത്തിക സ്ഥിതി ഉള്ളവർക്കും കൊടുക്കേണ്ട കാര്യമില്ല. അത് ഇങ്ങനെ ഒരു പദ്ധതി വെച്ചു. ഈ ജനങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് നിന്ന് സാമ്പത്തിക സ്ഥിതി ഉള്ളവർ അവർ മാറിക്കൊടുക്കുക, അല്ലാത്തവർ അതിൽ കയറി പോട്ടെ. നിവൃത്തി ഇല്ലാത്തവർ ആ വണ്ടി യാത്ര ചെയ്യുമോ, അവർ പോകുകയോ വരുമോ എന്നു വെച്ച് ചെയ്യട്ടെന്ന് വിചാരിച്ചാൽ ഈ പ്രശ്നം ഇത്രയും വഷളാവുമോ, ഇത്രയും ബഹളം വെക്കേണ്ട കാര്യം വരുമോ? ഇതെല്ലാം കഴിഞ്ഞാൽ ഇവർ വെളിയിൽ ഇറങ്ങുന്നുണ്ട്. വെളിയിൽ ഇറങ്ങിയിട്ടുള്ളൊരു സീനുണ്ട്, അത് നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ. വണ്ടി വിടുക, ആൾക്കാർ ഭയങ്കര വയലന്റ് ആവുന്നു. ഇവിടെ കാണാം, അതിർത്തി ബസ് തടഞ്ഞുകൊണ്ട് ഒരു പ്രതിഷേധമാണ് കോട്ടയത്ത് മഹിളാ മോർച്ച പ്രവർത്തകരെയും BJP പ്രവർത്തകർക്കിടയിലുണ്ട്. വണ്ടി വിടുക, ആൾക്കാർ ഭയങ്കര വയലന്റ് ആവുന്നു. മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെല്ലണം ചോദിക്കാനായിട്ട്, അല്ലാതെ പൊതുജനങ്ങളെ അല്ല ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ടത്. മുഖ്യമന്ത്രി അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ അടുത്താണ് പോയി ചോദിക്കേണ്ടത്. ഈ പൊതുജനങ്ങളെ, അവിടുത്തെ ജീവനക്കാരെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ട് എന്നാ നേട്ടം കിട്ടാനായിട്ടാണ് പുള്ളിക്കാർ പറഞ്ഞു കേട്ടോ. ജനങ്ങൾ ബഹളം വെച്ചിറങ്ങി വണ്ടി തടയേണ്ട പറഞ്ഞു വിട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം കാണിക്കുന്നത് ശരിയല്ല എന്നറിയാം. എന്നിട്ടും അവിടെ കിടന്ന് തർക്കിക്കുന്ന കുറേ അമ്മമാർ എന്നാത്തിന് തർക്കിക്കുവാണ്. ഇവർക്ക് ഇപ്പോൾ ഈ ഫ്രീ ടിക്കറ്റ് എന്ന് പറയുന്നത്, ഇവരിപ്പോൾ ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവർ ചുമ്മാ കിടന്ന് വേണം വെക്കത്തുള്ളൂ. ഈ ഉള്ള ഇതും കൂടെ അങ്ങ് ഇല്ല. അവരിപ്പോൾ അങ്ങനെ ഒരു വണ്ടി അവരിറക്കിയില്ലെങ്കിൽ ആർക്കും ഒന്നും നടക്കുകയില്ല. അവർ ചിന്തിക്കുക, ഞങ്ങളങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ചെയ്യുന്നില്ല തീരുമാനിച്ച് എന്നെ ചെയ്യാൻ ഒന്നും ചെയ്യാൻ കുറേ കിടന്ന് ബഹളം വെക്കാന്നില്ലല്ലോ. ഈ ബസ്സിനകത്ത് കയറി കിടന്നുള്ള ബഹളം അങ്ങ് നിൽക്കുമല്ലോ. കുറച്ച് ആൾക്കാർക്ക് വേണ്ടി സൗകര്യം എന്തെങ്കിലുമൊക്കെ നിവൃത്തികേട്ടുള്ള മനുഷ്യരങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരാ. അവിടെയും കയറി തടസ്സം നിന്ന് അതിലും പ്രശ്നമുണ്ടാക്കി. ഇതൊക്കെ എന്നതോ വലിയ കാര്യമായിട്ടാണ് കേട്ടോ ഇവരൊക്കെ കാണുന്നത്. ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ ഇവരോടൊക്കെ പുച്ഛമാണ് തോന്നുന്നത്, പുച്ഛം. അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ ഒരു പോസ്റ്റർ ഉണ്ട്. അതിൻ്റെ ഒരു ഇതായിട്ട് സുരേഷ് ഗോപി പറയുന്നതായിട്ട് കുറേ പോസ്റ്റർ. പ്രിയദർശിനി മികച്ച പദ്ധതി, സാമ്പത്തികമുള്ളവർ സ്വയമേധ ഒഴിവായാൽ പദ്ധതി വൻ വിജയമാക്കും. കറക്റ്റ് അല്ലേ പറഞ്ഞത്? സാമ്പത്തികമുള്ളവർ വണ്ടിക്കൂലി മുടക്കി പോവുകയാണെങ്കിൽ സാമ്പത്തികം ഇല്ലാത്തവർക്ക് അതൊരു ഗുണകരമാകത്തേ ഉള്ളൂ. നമ്മളത് മനസ്സറിഞ്ഞ് നമ്മളിനി ആ വണ്ടിയിൽ കയറി നിങ്ങളിനി പോകണ്ട, വേറെ വണ്ടിയിൽ കയറി പോക്കൂ, അതല്ലാത്തവർ ഉപയോഗിച്ചോട്ടെ. മറ്റു വണ്ടികൾ എത്രയോ സ്ത്രീകൾ അതിനകത്ത് കയറി ഞങ്ങൾക്ക് ഇത് വേണ്ട എന്നും പറഞ്ഞ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞൊരു നമ്മുടെ സ്വയം ഒരു മര്യാദയാണ്. കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി, പാവം പിടിച്ചവർക്ക് വേണ്ടി വണ്ടിക്കൂലി മുടക്കി. ഇതിപ്പോൾ എല്ലാവരും വിചാരിച്ചേക്കുന്നത് എന്നാണെന്നറിയാം, വണ്ടിക്കൂലി മുടക്കണ്ടല്ലോ, ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ പോയേക്കാന്നാണ്. ഇത് വരുന്നതിന് മുമ്പേ ചിലരൊക്കെ പ്ലാനും പദ്ധതി ഇരുന്നൊക്കെ കേട്ടായിരുന്നു. ചുമ്മാ പോകുക, ഇവിടുന്ന് അങ്ങ് കാസർഗോഡ് വരെ അങ്ങ് പോവുക. എന്നാത്തിന് ഫ്രീ ടിക്കറ്റിൽ എന്നാ കാണാൻ പോവുക, ചുമ്മാ പോവുക, എല്ലായിടും ഒന്ന് കാണാമെന്ന്. ഇത്രയ്ക്കാണ് ചിന്താഗതി. ഒരു കാര്യം കിട്ടിയാൽ അത് എങ്ങനെ നശിപ്പിക്കാമെന്നാണ് നോക്കുന്നത്, അല്ലാതെ അത് എങ്ങനെ ഉപയോഗിക്കാമെന്നല്ല ചിന്തിക്കുന്നത്. അതുപോലെ വാഗ്ദാനങ്ങൾ നൽകി തെരഞ്ഞെടുപ്പിൽ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞ് വേറെ ചിലരൊക്കെ അങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വാഗ്ദാനങ്ങൾ നൽകി പറ്റിച്ചു എന്ന് പറയാനായിട്ട് ഒരുപാട് വാഗ്ദാനങ്ങൾ അല്ലാതെയും വരുന്നുണ്ടല്ലോ, ഇല്ലേ? വല്ലതും നടക്കുന്നുണ്ടോ? ഒന്നും നടക്കുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പാർട്ടിക്കാർ തമ്മിൽ പഴിചാരി ഓരോ കാര്യങ്ങൾ വിടുന്നതല്ലാതെ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ സത്യസന്ധമായിട്ട്? ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ പാർട്ടി നോക്കാതെ ജനങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവരതിന് സപ്പോർട്ട് ചെയ്താണ് നിൽക്കേണ്ടത്. നമ്മുടെ നാടെന്ന് പറഞ്ഞ് എല്ലാവരും നിൽക്കുവാണെന്നുണ്ടെങ്കിൽ കേട്ടല്ലോ. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ റിപ്പോർട്ട് ചാനലാണ് ഞാൻ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ നെഗറ്റീവ്
അത് ഏത് പാർട്ടിയുടെ ഇതാണേലും റിപ്പോർട്ട് ചാനലിന് ഒരു സൂക്കേടുണ്ട്, അവരെ ഒരു മോശക്കാരാക്കുക എന്നുള്ളൊരിതുണ്ട്. അവർ ആ രീതിക്ക് അത് വളച്ചൊടിച്ച് കൊണ്ടുവരും. അവർ തന്നെ അത് ജനങ്ങളെ പറഞ്ഞങ്ങ് ഫലിപ്പിക്കുക. അതുകൊണ്ട് തന്നെ അറിയാം, ഇപ്പോൾ ഈ റിപ്പോർട്ട് ചാനൽ എന്ന് പറയുന്ന സാധനം ആർക്കും കാണാൻ വലിയ താല്പര്യമില്ല. കാര്യം പറയുന്ന മുക്കാലും കള്ളങ്ങളാണ്. അവരത് കള്ളങ്ങളാണെന്ന് മനസ്സിലായാലും അവരത് അങ്ങനെ തന്നെ പറഞ്ഞ് ഫലിപ്പിക്കുകയുള്ളൂ. ഇതിനകത്ത് തന്നെ ഒരു കാര്യമുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്തതിനകത്ത് നിർത്താണ്, അത് നിങ്ങൾ കണ്ടു നോക്കട്ടെ, പറയുന്ന കാര്യങ്ങൾ കേട്ട് നോക്കുക. ഇതിനകത്ത് പറയുന്ന കാര്യം കറക്റ്റാണ്. ഒന്ന് ചിന്തിച്ചാൽ മനുഷ്യർക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ. പക്ഷേ ഇത് ഓർഡിനറി അല്ല, ഭംഗിയായി സിറ്റി ഫാസ്റ്റ് ഇത് സിറ്റി ഫാസ്റ്റ് ആണോ? അത് ഇത് ഇന്നലെ വരെ ഇല്ലാതിരുന്നതാണ്. ഇത് സിറ്റി ഫാസ്റ്റ് ബസ്സാണ്. ഇത്തരം ബസ്സുകൾ അരുൺ, അതാണില്ല പ്രശ്നം. ഈ സിറ്റി ഫാസ്റ്റ് എന്ന് പറയുന്ന സ്റ്റിക്കർ നേരത്തെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ സംശയിച്ചതുപോലെ തന്നെ കൂടുതൽ ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ആക്കിയിട്ടുണ്ടോ? എന്ത് ഈ മൈക്ക് പിടിച്ച് നിൽക്കുന്ന വിവരദോഷിക്ക് റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടറാണെന്നോ? മോട്ടയുടെ കേസ് പിന്നെ പോട്ടെ നോക്കാം. പണ്ടേ അന്തമാണ്. അനന്തപുരി എന്നോട് വെണ്ടക്കക്ഷരത്തിലല്ലേ എഴുതി വെച്ചിട്ടുള്ളത്. 2005 മുതൽ അനന്തപുരി സിറ്റി ഫാസ്റ്റ് ആണെന്നുള്ള സാമാന്യ വിവരം പോലും ഇവനില്ലേ? ഇവനൊക്കെ ആരാടെ റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടറായിട്ട് നിയമിച്ചത്? ഈ സിറ്റി ഫാസ്റ്റ് എന്നുള്ള സ്റ്റിക്കർ സൈഡിലും ഫ്രണ്ടിലൊക്കെ ഒട്ടിച്ചത് എന്തിനാ? ഇന്ന് പ്രിയദർശിന്റെ സ്കീം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സ്ത്രീകൾക്ക് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സൈഡിലും ഫ്രണ്ടിലൊക്കെ ഫ്രഷ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ളത് എന്നുള്ള സാമാന്യ വിവരം പോലും ഇവനിക്കില്ലേ? ഇതൊക്കെ ഇവന്മാർക്ക് അറിയാം. ജനങ്ങളെ കബളിപ്പിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നാണ് ഇവന്റെ ഒക്കെ സ്ഥിരം പരിപാടി. ഇതൊക്കെ ആണോടാ നിന്റെയൊക്കെ മാധ്യമ ധർമ്മം? ഇതിനും ഭേദം നിനക്കൊക്കെ കക്കാൻ ഇറങ്ങുന്നതല്ല. കറക്റ്റാണ് ചോദിച്ചത്, കക്കാൻ ഇറങ്ങുന്നതാണ് നല്ലത്. അരുണാണ് അവിടെ നിന്ന് വിളിച്ച് ചോദിക്കുന്നത്, ഇതിപ്പോൾ ഒട്ടിച്ചതാണോ? ഇവർക്ക് അറിയാം ഇത് സംഭവം ഇതല്ല, ഇവർ ഇത് തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ഇവർക്ക് തന്നെ അറിയാം. അറിഞ്ഞുകൊണ്ടാണ് ഇവർ ഈ പണി കാണിക്കുന്നത്. അതാണ് പറയുന്നത്, ഒരു മാധ്യമങ്ങളാണെങ്കിൽ പോലും ഉണ്ടല്ലോ, ഒരു കാര്യത്തിനൊന്ന് സപ്പോർട്ട് ചെയ്ത് ഒരു നല്ല കാര്യമാണ്, അത് നല്ല ഒരു ഇതാണ്, മുന്നോട്ട് പോകട്ടെ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്നല്ല ചിന്തിക്കുന്നത്. എവിടെ കുളം തോണ്ടാവോ അവിടെ കുളം തോണ്ടുക എന്നുള്ളതാണ് ഇവരുടെ എല്ലാം ലക്ഷ്യം. എവിടെ പ്രശ്നം ഉണ്ടാക്കുക, ഒരു കാര്യം തുടങ്ങുമ്പോഴത്തേക്ക് അതെങ്ങനെ തല്ലി തകർക്കുക എന്നാണ്. തമിഴ്നാട്ടിലൊക്കെ എന്നതെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്, എന്നതെല്ലാം ആനുകൂല്യങ്ങളാണ് അവിടെ നടക്കുന്നത്, എന്തെല്ലാം സൗകര്യങ്ങളാണ് അവർക്ക് ചെയ്തു കൊടുക്കുന്നത് എന്നാണെന്നറിയാമോ? അവിടെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്നുള്ള ജനങ്ങൾക്കൊരു ബോധമുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു കാര്യം കൊണ്ടുവരുമ്പം ആദ്യം രാഷ്ട്രീയമാണ് മനസ്സിൽ വരുന്നത്. രാഷ്ട്രീയം അതിപ്പം LDF ഒരു നല്ല കാര്യം കൊണ്ടുവന്നാലും ബാക്കിയുള്ള പാർട്ടിക്കാരത് മോശമാക്കി ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ നോക്കും. അതുപോലെ തന്നെ UDF ഒരു കാര്യം കൊണ്ടുവന്നാലും അത് മോശമാക്കി കൊണ്ടുവരാൻ ബാക്കിയുള്ള പാർട്ടിക്കാർ നോക്കും. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ ഇത് ജനങ്ങൾക്ക് ഒരു ഗുണവും ഉണ്ടാകാനായിട്ടുള്ള ഒരു കാര്യം ഇതിനകത്ത് ചെയ്യുന്നില്ല. അവരുടെ വർത്തമാനം കേട്ടാൽ തോന്നും ഈ വോട്ട് കൊടുത്തത് മൊത്തം ബസ് ഫ്രീ ആയിട്ട്, പെണ്ണുങ്ങൾക്ക് വീട്ടിൽ പണിയൊന്നുമില്ല, അല്ലെങ്കിൽ അവർക്ക് വേറെ ജോലിയുള്ളവരൊന്നും അല്ലേ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫ്രീ എന്നും പറഞ്ഞതിലങ്ങ് പോകാൻ വേണ്ടിയാണ് ഈ പെണ്ണുങ്ങൾ വോട്ട് കൊടുത്തത്. പറഞ്ഞ് പറ്റിച്ച് വോട്ട് മേടിച്ചെന്ന്. അങ്ങനെ വോട്ട് ചെയ്ത് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണേ. നിങ്ങൾ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുമെന്ന് ഓർത്താണ് വോട്ട് ചെയ്തതെന്നൊന്ന് കമൻറ്റ് ഇട്ടേക്കണേ. വായി വരുന്നത് എന്തും ഒരു കാര്യങ്ങളിലും ഒരു യോജിപ്പില്ലാതെ പോകുന്നുണ്ടല്ലോ. ഇത് നമ്മുടെ നാട് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. സിറ്റി ഫാസ്റ്റ് എന്ന് ആ ഒട്ടിച്ചേക്കുന്നതാണ് വലിയ വിഷയമായേക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? പെട്ടെന്ന് ആൾക്കാർ വരുമ്പോൾ അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ്. അത് ഫ്രീ ആയിട്ട് പോകുന്ന ബസ്സല്ല എന്നൊരിതിന് വേണ്ടിയാണ് അത് ചെയ്തേക്കുന്നത്. അതിനെയാണ് കുറ്റം പറഞ്ഞെടുത്തേക്കുന്നത്. ഇപ്പോൾ കുറേ നമ്മൾ ആണുങ്ങൾക്ക് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആരാണ്ട് ചോദിക്കുന്നുണ്ട്, തമിഴ്നാട്ടിൽ ഏതാണുങ്ങളാണ് പോയേക്കുന്നത്? ഇതിൽ ഏതാണുങ്ങളാണ് തമിഴ്നാട്ടിൽ ഫ്രീ വേണമെന്നും പറഞ്ഞ് ബഹളം വെച്ചേക്കുന്നത്? അവിടുത്തെ സ്ത്രീകൾക്ക് വണ്ടിയെ ഫ്രീ ആയിട്ട് പോകാം എന്നൊരു സൗകര്യം വന്നപ്പം ഏതാണുങ്ങളാണ് അവിടെ കൊടിയും പിടിച്ച് വഴക്കുണ്ടാക്കാൻ ചെന്നിട്ടുള്ളത്? ആരും ചെന്നിട്ടില്ല. നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കുക, ഒരു സാധാരണ കുടുംബത്തിൽ ഒരു പാവം പിടിച്ചൊരു വീട്ടിലെ ആൾക്കാർക്ക് അവരുടെ എന്തെങ്കിലും ഒരു ബന്ധുക്കാരുടെ വീട്ടിലോട്ടോ ഇച്ചിരി ദൂരോട്ടോ യാത്ര ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ആണുങ്ങൾക്ക് മാത്രം ടിക്കറ്റ് എടുത്താൽ പോരെ? സ്ത്രീകളുള്ളവർക്ക് പിന്നെ എടുക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് അവരുടെ രീതിക്ക് അവർക്ക് യാത്ര ചെയ്ത് സ്വസ്ഥമായിട്ട് ഒരു വണ്ടിയിൽ ഒന്നിച്ചിരുന്നവർക്ക് പോകത്തില്ലേ? ഒരാടെ വണ്ടിക്കൂലി കുറഞ്ഞാൽ അത്രയും കിട്ടത്തില്ലേ? പിന്നെ ഒരെണ്ണം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യത്തിനാണ് എനിക്ക് എതിർപ്പുള്ളത്. മുഖ്യമന്ത്രി പറഞ്ഞ് പുരുഷന്മാർക്ക് ഫ്രീ കൊടുക്കാത്തത് ആ പൈസ സർക്കാരിലേക്ക് തന്നെ വന്ന് ചേരും എന്നറിയാവുന്ന കൊണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടെങ്കിൽ വിവരച്ചൊക്കെ അങ്ങ് പൂട്ടിച്ച് പുരുഷന്മാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക. അതല്ലേ അതിനുള്ള എളുപ്പമാർഗ്ഗം. അല്ലാതെ അതൊരു ന്യായമായിട്ടുള്ളൊരു വർത്താനമല്ല. പിന്നെ എല്ലാ പുരുഷന്മാരും അവിടെ കൊണ്ടേ പൈസ കൊടുക്കുന്നവരത് പറയരുത്. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആണുങ്ങളുണ്ട്, ഒത്തിരി ആണുങ്ങളുണ്ട്. അവർ 10 രൂപ കിട്ടിയാൽ അതിൻ്റെ കൂടെ 10 രൂപയും കൂടെ കൂട്ടി വെച്ച് അവനവൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ഒരേ ഗണത്തിൽപ്പെടുന്നവരല്ല, അതിൽ നല്ലവരുമുണ്ട്. കുടുംബം നോക്കി ജീവിക്കണം. എനിക്ക് 1 രൂപ പണിക്ക് പോയി കിട്ടിയാൽ അതിൻ്റെ കൂടെ 1 രൂപയും കൂടെ ഉണ്ടാക്കിയാൽ എൻ്റെ കുടുംബത്തേക്ക് അത് ഉണ്ടാക്കിക്കൊണ്ട് ചെന്നാൽ എൻ്റെ കുടുംബത്തെ അത് പ്രയോജനപ്പെടുമല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരു പ്രസ്താവനയോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. എല്ലാ പുരുഷന്മാരും അങ്ങനെയുള്ളവരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. പുരുഷന്മാർക്ക് ഫ്രീ കൊടുത്താൽ അങ്ങനെ വരുമെന്നുള്ള ഉണ്ടായിരിക്കാം. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ അന്നേരം ഒരു കാര്യമുണ്ട്, ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് വിവരം അങ്ങ് പൂട്ടിയിടും. അപ്പോൾ കുഴപ്പമില്ലല്ലോ, ആ പൈസ വീട്ടിലോട്ട് തന്നെ ചെല്ലുമല്ലോ. അതൊന്നും ഒരു ന്യായമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ പുരുഷന്മാർക്ക് കൊടുക്കാം, ഒരു 60 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ, വയ്യാത്തവർ, കാലിനൊക്കെ അംഗവൈകല്യമുള്ളവർക്കും, അങ്ങനെ കാലിനോ കൈക്കോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ അംഗവൈകല്യമുള്ളവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ ഒന്ന് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് ഈ ഒരു കാര്യം. കുട്ടികൾക്ക് കൊടുക്കാം. പിന്നെ സ്ത്രീകളിലാണെങ്കിലും അവർക്കും പ്രായപരിധി വെക്കുക. അല്ലെങ്കിൽ പിന്നെ അതുപോലെ ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. ഇതുള്ളവനും ഇല്ലാത്തവനും എല്ലാം അവിടെ കിടന്ന് ഇടിയുണ്ടാക്കാൻ വന്നിരിക്കുന്നത്. എനിക്ക് ഈ ട്രാൻസ്ജെൻഡറായിട്ടുള്ള ഇതൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട് അവിടെ, എല്ലാവരും. ഞാൻ അവരൊന്നും അവിടെ കിടന്ന് ഈ ഉന്തുന്നൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഉള്ളത് കാര്യം പറയാം. അവരൊക്കെ ഒരു ഇച്ചിരി ഒരു ഇതായിട്ട് നമ്മൾ കണ്ടിരുന്നവരാണ് അവരെയൊക്കെ.
ഉച്ചയ്ക്കിട്ട് വേണം ഒരെണ്ണം കൊടുക്കാനായിട്ട്. ഈ വണ്ടിയിൽ ഇത്രയും തിരക്കുള്ളിടത്ത് ആ പായസം കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ആ മന്ത്രിയുടെ തലയിൽ വീഴാനും. അത് കണ്ട് കുറേ പേര് തമാശ രീതി പറയുന്നത് കേട്ട് ഒരു കാര്യം വെച്ച് ചൂട് പായസം സ്വന്തമായിട്ടൊന്ന് തലയിലൊന്ന് ഒഴിച്ചു നോക്ക്, അപ്പോൾ അറിയാം അതിൻ്റെ ഒരു സുഖം. നല്ല കുളിരാണോ എന്ന് അന്നേരം അറിയാം. ഒരുപാട് പേര് കളിയാക്കി പറയുന്നത് കേട്ട് അവർ ഒരു മന്ത്രിയായിട്ടൊന്നും നിങ്ങൾ കാണണ്ട, ഒരു സ്ത്രീയായിട്ടൊന്ന് കണ്ടു നോക്ക്. ആ കൊണ്ടുവന്ന് അങ്ങേറെ ഉച്ചയ്ക്കിട്ട് വേണം ഒരെണ്ണം കൊടുക്കാനായിട്ട്. ആദ്യമേ ഇത്രയും തിരക്കിനിടയ്ക്ക് അല്ലെങ്കിൽ ആരോടെങ്കിലും പറയാം നിങ്ങൾ തന്നെ ഇത് അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ് കൊടുക്കുക. പുള്ളി തന്നെ എത്തി വലിഞ്ഞ് കൊണ്ടുവന്ന് അവിടെ കിടന്ന് ഒച്ചയും ബഹളവും തന്നെയാണ്. ഈങ്കില വിളിക്കുകയാണ്. ആ ഈങ്കില വിളിച്ച കൈ ഒന്ന് ഇച്ചിരി വീശിപ്പോയി. ആ ഒരു തട്ടലിനാണ് ആ പായസം വന്ന് മന്ത്രിയുടെ തലയിലോട്ട് വീണത്. ഇതൊക്കെയാണ് മനുഷ്യരെടുത്ത് വെച്ച് ആഘോഷിക്കുന്നത്, സന്തോഷിക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് നമുക്ക് ഒരു കാര്യങ്ങൾ നമ്മുടെ സർക്കാർ കൊണ്ടുവന്നാൽ നമ്മൾക്ക് ഒരു നല്ലൊരു കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ നാട് നല്ല ഒരു രീതിക്ക് നമുക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്ക് അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവർക്കൂടെ ബുദ്ധിമുട്ട് വരുത്താതിരിക്കുക. അതേ ഇതിനകത്ത് പറയാനായിട്ടുള്ളൂ. എന്നാണേലും മറ്റൊരു വീഡിയോയുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാമേ.